Hi. Hello, sir. Hello, hi, Here, Malavika. Chittilapalli, sir. Yeah. I'm Malvika. Welcome to Yeah. walk with me. Thank Thank you, you so Malavika. much for Thank taking you. the time out. Thank you very much. Yeah. കുറച്ച് നടക്കുന്നതിൽ Oh, ബുദ്ധിമുട്ടില്ലല്ലോ. no problem. Yeah. സോ 27ാമത്തെ വയസ്സിൽ തുടങ്ങിയ Well, പയറ്റാണ് yeah, സർ. ഇപ്പം ഇത്രയും വർഷമായി വന്ന് നിൽക്കുമ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. എന്താണ് മനസ്സിൽ ഓടി വരുന്ന ഒരു സൂപ്പർ ഫ്ലാഷിൽ ഇങ്ങനെ? നേരത്തെ പറഞ്ഞ പോലെ 27 വയസ്സിലാണ് സ്ഥാപനം തുടങ്ങുന്നത് വി ഗാർഡ്. അത് കഴിഞ്ഞിപ്പോൾ 75 വയസ്സാവാറായി. ഒത്തിരി നാളായി. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. പല കാര്യങ്ങളും പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. മൊത്തത്തിൽ സന്തോഷം തോന്നുന്നു തീർച്ചയായിട്ടും. നോ റിഗ്രറ്റ്സ്. ചിറ്റിലപ്പള്ളി സ്ക്വയർ അത് എത്ര പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്, ഒരു സ്വന്തം പേരിൽ അല്ലെങ്കിൽ ഒരു ലെഗസി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാനായിട്ട്. അത് ഇത് ഏറ്റവും അവസാനമായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. അതിന് കാരണം നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവർ വേറെ പ്രൈവറ്റ് വ്യക്തികൾക്ക് അത് റൺ ചെയ്യാൻ കൊടുക്കുകയാണ്. അങ്ങനത്തെ ഫെസിലിറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ തന്നെയായിരുന്നു വണ്ടർല തുടങ്ങിയത്. അത് വേറൊരു ആക്ടിവിറ്റിയാണല്ലോ. ഇത് പ്യുവർലി ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഇവിടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ വേറെ സ്കൂൾ കുട്ടികളെയും ടീച്ചേഴ്സിനെ കണ്ടു ബഹളം കേൾക്കാം. സോ വാട്ട് ഡസ് ഇറ്റ്? അപ്പോൾ ഇവിടെ ഒത്തിരി വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു വിഷമമില്ല. ഇവിടെ ജോഗിങ് ട്രാക്ക് ഉണ്ട്, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, പലതരത്തിലുള്ള സൈക്ലിംഗ് ഉണ്ട്, ഈവൺ സിപ്പ് ലൈൻ, റോക്ക് ക്ലൈംബിങ് അല്ലെങ്കിൽ റോപ്പ് വാക്കിംഗ്, അത്തരത്തിലുള്ള അഡ്വഞ്ചറസ് ഗെയിംസ് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാനും ഒരു അഡ്വഞ്ചർ സ്പിരിറ്റ് ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു ഫെസിലിറ്റിയാണ് ഒരുക്കിയത്. സാറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് സാറിൻ്റെ CSR ആക്ടിവിറ്റീസ്. സോ വെൻ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ലൈക്ക് ഇനിഷ്യലി എന്താണ് അതിൻ്റെ അത് തുടങ്ങാനായിട്ടുള്ളൊരു പ്രചോദനം? അതെന്തായിരുന്നു? അത് തുടക്കത്തിൽ വളരെ ചെറുതായിരുന്നു, നമ്മുടെ ചാരിറ്റി ആക്ടിവിറ്റീസ്. അപ്പോൾ അന്നൊന്നും ആരും അത് അറിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ വലിപ്പം കൂടിയപ്പോൾ അതനുസരിച്ച് അതിൻ്റെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഫിഗർ കൂടി. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് നിങ്ങളൊക്കെ അറിയുന്നത്. നമുക്ക് ഇവിടെ ഭയങ്കര നോയ്സൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. Definitely. നമ്മൾ walk with me ആണ്, but then I will sit with you. Okay. Let's do that, sir. സാർ, അപ്പം നമ്മുടെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ CSR ആക്ടിവിറ്റീസ് ചെറുതായിട്ട് തുടങ്ങി, പിന്നെ അതൊരു വലിയ ഭാഗമായി വന്നപ്പോഴാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന പേരിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊരു ട്രസ്റ്റ് ഫോം ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് എന്നുള്ളൊരു ആശയമായിരുന്നു ഒരു പ്രധാന വിഷയം. രണ്ടാമത്തെ കാര്യം ചികിത്സാ ചെലവുകൾ. പ്രത്യേകിച്ച് ഞാൻ പറയും, രണ്ടുപേരും ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് വീട്ടുകാർക്കും ഇപ്പോഴത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം പെർ ഡേ വേജസ് ഒക്കെ വളരെ കൂടുതലാണ്, നല്ല കാര്യം. പക്ഷേ ആരെങ്കിലും ഒരാൾ സിക്കായാൽ തന്നെ രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരി ഫാമിലീസ്, അങ്ങനെ ബ്രോക്കൺ ഫാമിലികൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാര്യം ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളുണ്ട്, അതൊന്നും തികയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് പിന്നെ പണം ചിലവഴിക്കുന്നത്. പിന്നെയുള്ളത് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അത് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈക്ക് എൻജിനീയറിങ് ഓർ MBBS അതിന് കൊടുക്കില്ല. നമ്മൾ ചെയ്യുന്നത് നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റേ ITI, ഡിപ്ലോമ, ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഹെൽപ്പാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒക്കെ ഈ അതിനൊരു സെറ്റ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്, സെറ്റ് ഓഫ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ പലരായിട്ട് പാർട്ട്ണർ ചെയ്യുന്നുണ്ട് പല ഇതിൻ്റെ നടത്തിപ്പിൽ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. സാറ് ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാറിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ പണ്ട് കണ്ടപ്പോഴും ഇപ്പോൾ കണ്ടപ്പോഴും സാറിനെ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ദാറ്റ് റിമൈൻഡ്സ് മീ ദ ഫാക്ട് ദറ്റ് യു ആർ എ പേഴ്സൺ വിത്ത് എ സിംഗിൾ കിഡ്നി ബിക്കോസ് യു ഡൊനേറ്റഡ് ഇറ്റ് ടു സംബഡി. ഹൗ ഡു യു മാനേജ് ദാറ്റ്? ലൈക്ക് ഹൗ ഡിഡ് യു തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അല്ല, അതൊരു ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സമയത്ത് ഇപ്പോൾ ഓൾറെഡി 13 years ആർ ഓവർ അത് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, അതായത് പല ഡോക്ടേഴ്സായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആണെങ്കിൽ, നമ്മൾ ഹെൽത്തി ആയിരിക്കണം കേട്ടോ. ഹെൽത്തി ആണെങ്കിൽ നത്തിങ് റോങ് ഇൻ ഡൊണേറ്റിംഗ് വൺ ഓഫ് യുവർ കിഡ്നീസ് എന്ന് എക്സ്പെർട്ട് ഡോക്ടേഴ്സ് പറയുന്നു. അതേസമയം പലപ്പോഴും ഈവൻ ഫാമിലിയുടെ ഇടയിലെ തന്നെ മെമ്പേഴ്സിനെ അങ്ങനെ ഒരാവശ്യം വന്നാൽ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഭയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ആ ഒരു വി ക്യാൻ സെറ്റ് എൻ എക്സാമ്പിൾ, ഒരു മാതൃക കാണിച്ചു കൊടുക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ തിരഞ്ഞെടുത്തത് ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു. വൈ ടു ദാറ്റ് ട്രക്ക് ഡ്രൈവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ വൈഫ് വില്ലിങ് ആയിരുന്നു, പക്ഷേ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ വെച്ചു, അതായത് വൈഫ് വേറെ ആൾക്ക് ഡൊണേറ്റ് ചെയ്യട്ടെ, മാച്ചിങ് ഉള്ള വേ ഫോർവേഡ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ട്രക്ക് ഡ്രൈവർക്ക് ഡൊണേറ്റ് ചെയ്തു. 3 monthsന് ശേഷം ആ ലേഡി വേറൊരാൾക്ക് ഡൊണേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഞാൻ പറയും, അവർക്ക് എന്നോട് യാതൊരു ഒബ്ലിഗേഷൻ്റെ ആവശ്യമില്ല, കാരണം അവരത് റീഫണ്ട് ചെയ്തു വേറെ ആൾക്ക്. എനിവേ ആ ഒരു ആശയമായിരുന്നു അത്. ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ തമാശയ്ക്ക് പറയും, സ്നേഹം ഉണ്ടെങ്കിൽ അവർ ഒബ്ജക്റ്റ് ചെയ്യണമല്ലോ. നേച്ചുറലി അവർക്ക് പേടിയായിരുന്നു. കാരണം എന്തിനാണ് ഈ റിസ്ക് എടുക്കണേ, അതിന് പകരം പൈസ കൊടുത്താൽ പോരെ. പക്ഷേ നമുക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണമെങ്കിൽ അത് പൈസ കൊണ്ടാവില്ലല്ലോ. അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ദെൻ അവർ കൺവിൻസ്ഡ് അല്ലായിരുന്നു തോന്നുന്നു. 13 വർഷം കഴിഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ കൺവിൻസ്ഡ് ആയിരിക്കാം. വീഗാലാൻഡ്, വണ്ടർല, പിന്നെ വീഗാലാൻഡ് ഹോംസ്, അതിൽ ആദ്യത്തെ 2 യു ഗോൺ പബ്ലിക്. വാട്ട് ഈസ് യുവർ പ്ലാൻ വിത്ത് വീഗാലാൻഡ് ഹോംസ്? ഓഫ് കോഴ്സ് വീഗാലാൻഡ് ഹോംസ് വളരെ റീസെൻ്റായിട്ട്, അതായത് എന്നൊരു 12 years ഓഫ് എക്സിസ്റ്റൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ആ സമയമായപ്പോഴേക്കും വീഗാർഡും വണ്ടർലയൊക്കെ വളരെ നല്ല നിലയിലായി. സെക്കൻഡ് ജനറേഷൻ മൈ 2 sons ആർ ഇൻ ടു ബിസിനസ്. അവർ വർഷങ്ങളായിട്ട് അതിനകത്ത് ഓൾറെഡി ഇൻവോൾവ്ഡായി. അപ്പോൾ എനിക്ക് തോന്നി നമ്മളതിൽ നിന്ന് മാറണം, എന്നാലേ അവരൊരു പാഠം പഠിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനതിൽ നിന്ന് മാറാൻ പോവാണ്. ദെൻ ഐ ടുക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ഐ വിൽ നോട്ട് ഇൻവോൾവ് ദ ഡേ ടു ഡേ അഫെയർസ് ഓഫ് വീഗാർഡ് ഓർ വണ്ടർല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചിത്രപ്പള്ളി ഫൗണ്ടേഷനൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയി. സ്റ്റിൽ ഐ ഹാവ് സർപ്ലസ് ടൈം. ദെൻ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് സംതിങ് ന്യൂ. അങ്ങനെയാണ് വീഗാലാൻഡ് ഹോംസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ 12 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയൊരു എൻഗേജ്മെൻ്റ് എന്നുള്ള നിലയ്ക്കായിരുന്നു. പിന്നെ അത് പയ്യെ അത് വളർന്നു. ഐ വാസ് ഏബിൾ ടു ഡെവലപ്പ് നമ്പർ ഓഫ് മാനേജേഴ്സ്, എൻജിനീയേഴ്സ്. അപ്പോൾ അവരൊക്കെ അത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. എത്ര പ്രോപ്പർട്ടീസ് ഇതിനകം? ഇപ്പോൾ അറ്റ് എ ടൈം നമ്മളൊരു 8 പ്രോജക്റ്റ് 10 പ്രോജക്റ്റ് വരെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇൻ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊച്ചി ആൻഡ് തൃശ്ശൂർ. അപ്പോൾ അത് നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തീരുമാനം വരാൻ പോകുന്നേ അത് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ അഗൈൻ ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യം,
നമ്മളെല്ലാവരും പറയും ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ് സസ്റ്റനൻസ്. സാറിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ കേരളത്തിലെ ആൾക്കാരെ സ്റ്റെബിലൈസർ ഇല്ലാണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കിയെടുത്തത് വിഗാർഡാണ്. അത് കഴിഞ്ഞ് അടുത്തത് വന്നു വിഗാ ലാൻഡ്, ഇറ്റ് ഇസ് എൻ അമ്യൂസ്മെൻറ്റ് പാർക്ക് വിച്ച് ലേറ്റർ ചേഞ്ച് ദ നെയിം ടു വണ്ടർല. ആൻഡ് ദെൻ വിഗാർഡ് ഹോംസ് വിച്ച് ഇസ് കൺസ്ട്രക്ഷൻ. അപ്പം ഇങ്ങനെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഡൈവേഴ്സിഫിക്കേഷനെ പറ്റി എങ്ങനെ ചിന്തിച്ചു? വാസ് ഇറ്റ് എ നാച്ചുറൽ? അല്ല, ഞാൻ പറയും അത് ഇത്തിരി ടൈം എടുത്തിട്ടാണ്, അല്ലാതെ എല്ലാം സഡൻ അല്ല. അതായത് വിഗാർഡ് സ്റ്റെബിലൈസർ ഉപയോഗിക്കണമെന്ന് നിർബന്ധിച്ചത് ഞാനല്ല. അത് അതിൻ്റെ കാരണം ഗവൺമെൻറ്റാണ്. അതായത് ബിക്കോസ് ഓഫ് ദി ഇൻഎഫിഷ്യൻസി ഓഫ് വൺ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബോർഡ്, അതുകൊണ്ടാണ് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം തന്നെ വന്നത്. ആക്ച്വലി മറ്റ് പല രാജ്യങ്ങളിലും സ്റ്റെബിലൈസർ എന്നുള്ള ആശയമേ ഇല്ല, അവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനേ ഇല്ല. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതായത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നാടും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത നാടാവട്ടെ, അല്ലെങ്കിൽ ആയാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ വന്നപ്പോഴാണ് ബാക്കി പല പ്രോഡക്റ്റുകളിലൊക്കെ ലൈക്ക് പമ്പ്, വാട്ടർ ഹീറ്റർ, കേബിൾ, വിഗാർഡിൻ്റെ സീരീസ് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് ഒരു 20 yearsന് ശേഷമാണ് ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴേക്കും വിഗാർഡ് ഒത്തിരി വളർന്നിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യ ലെവലിൽ അത് പോപ്പുലറായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണെന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചത്. ദെൻ വൈ ടു അമ്യൂസ്മെൻറ്റ് പാർക്സ് എന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ ആയപ്പോഴേക്കും ഫിനാൻസൊക്കെ സ്ട്രോങ് ആയി. ദെൻ ആ ടൈമിലൊക്കെ ഇടയ്ക്ക് വൺസ് ഇൻ 2 years ഒരു ഫോറിൻ ട്രാവലൊക്കെ നടത്തിയിരുന്നു. അന്ന് കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടത്തേക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയിട്ടുണ്ട്. ദെൻ ഐ തോട്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അതുപോലത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു സ്മോൾ വെർഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ദെൻ അതിനെപ്പറ്റി കുറേ റിസർച്ച് ചെയ്തു. ദെൻ ഇപ്പോൾ ഇനീഷ്യലി അത് നമ്മുടെ ബാങ്ക്സും അല്ലെങ്കിൽ ഓഡിറ്റേഴ്സൊക്കെ ഒബ്ജക്റ്റ് ചെയ്തു. കാരണം വൈ ടു എ ടോട്ടലി അൺറിലേറ്റഡ് ബിസിനസ്. പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു അത് സക്സസ്ഫുൾ ആവുന്നു. എനിവേ ഓൾസോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മോർ നമ്പർ ഓഫ് എംപ്ലോയീസ്, ദാറ്റ് എസ്പെഷ്യലി ഇൻ കേരള. അതൊരു റിസ്ക് ആയിരുന്നു. ഇപ്പോൾ ഞാൻ പറയും വിഗാർഡ് തുടങ്ങിയത് അത്ര റിസ്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാനന്ന് ബാച്ചിലറായിരുന്നു. അതിന് തൊട്ട് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു എംപ്ലോയ്മെൻ്റ് ആയിരുന്നു, സാലറി ആയിരുന്നു. അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മിനിമം എക്സ്പെക്റ്റേഷൻസ്. ഇതങ്ങനെയല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടു മെനി റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ദാറ്റ് വേ റിസ്ക് ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കായിരുന്നു റിസ്കി ബിസിനസ്. സോ ഞാനൊരു ഓട്ട് കമ്പനിയുടെ കഥ കേട്ടിട്ടുണ്ട്. I have heard it in one of your interviews about how you started earning there first. അല്ല, അത് ആക്ച്വലി എൻ്റെ ഫാദറിൻ്റെ കസിൻസൊക്കെ കൂടി തുടങ്ങിയതാണ്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. നാട്ടിൽ ഒരു ഓട്ട് കമ്പനി അവരൊക്കെ കൂടിയിട്ട് ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എനിക്കൊരു ലേണിംഗ് ലെസണും കൂടി ആയിരുന്നു, എസ്പെഷ്യലി ഈ ടെക്നോളജി വൈസ്. കാരണം അതർവൈസ് നിങ്ങളുടെ ഫാമിലി അഗ്രികൾച്ചർ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ ഓട്ട് കമ്പനിക്കകത്ത് ഒത്തിരി മെഷീനറികളും അല്ലെങ്കിൽ അതൊക്കെ അതെന്നെ ഫാസിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എവരി ഡേ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്കൂൾ ടൈം നേരെ അങ്ങോട്ട് പോകും. സോ എത്ര വയസ്സുണ്ടായിരുന്നു? ഞാൻ ആ സമയത്ത് 6th standard, 7th standard, 8th standardലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ കളിക്കാൻ പോകുമ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ടായിരുന്നു. ഞാൻ പറയും എനിക്ക് കുറച്ച് ഒരു ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവരൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോൾ അവരത് ആ ഓട്ട് കമ്പനി വൈൻഡപ്പ് ചെയ്ത്. അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. Sir, വേറൊരു കാര്യം which I'm very curious about is your family, your parents. Where are you from? How did you grow up? Actually, I was born and brought up in Trichy district,
അതൊരു വില്ലേജായിരുന്നു, ഒരു 16 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ദി ടൗൺ കോൾ പറപ്പൂർ. അപ്പോൾ അവിടെ ബേസിക്കലി ഞങ്ങൾ ആ നാട്ടിലെ കരയിലെ എല്ലാവരും കൃഷി ബേസ്ഡ് ആയിട്ടുള്ള ലൈഫാണ്. മൈ പാരൻസ് ആൾസോ, ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടുത്തെ ലോക്കൽ പള്ളി സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് 70 years ബാക്ക്. അന്ന് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1950-ലാണ്. ദാറ്റ് മീൻസ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയിട്ട് 3 years ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവൺ ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് അത് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകതയല്ല, മിക്ക ഗ്രാമങ്ങളിലും എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആ നാട്ടിലേക്ക് ഇലക്ട്രിസിറ്റി ലൈൻ തന്നെ വരുന്നത് തന്നെ. അപ്പോൾ 3rd സ്റ്റാൻഡേർഡ് വരയ്ക്കും പറയും മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിൽ ഇരുന്ന് പഠിച്ചൊരു കുട്ടിയായിരുന്നു എന്ന് പറയും. ദാറ്റ് അപ്പോൾ അങ്ങനത്തെ ഒരു മിനിമം ഫെസിലിറ്റീസ്. പക്ഷേ ഞാൻ പറയും ആ സമയത്ത് നമുക്ക് കുറേ ലൈഫ് സ്കിൽസ് പഠിക്കാൻ പറ്റും. അതായത് കാരണം വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ 6 മക്കളുണ്ട്. അങ്കിൾമാരുടെയൊക്കെ വീട്ടിൽ 8, 10 ഒക്കെ ഉണ്ട്. എനിവേ അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഒരു കണക്കിന് നമുക്ക് ധാരാളം ഫ്രീഡം ഉണ്ട്. പക്ഷേ ഈവൻ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് പാരലലി. നമ്മൾ കുട്ടികളാണെങ്കിലും കുറേ ഡ്യൂട്ടീസൊക്കെ നമുക്ക് അസൈൻ ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. വീട്ടിൽ കോഴി ഉണ്ടാവും, കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും, പശു ഉണ്ടാവും, പശുക്കുട്ടി ഉണ്ടാവും. ദെൻ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏജ് അനുസരിച്ച് നമ്മുടെ തലയിലായിരിക്കും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്താൽ നല്ല അടി കിട്ടും. അത് ഈവൻ സാറുമാരുടെ നിന്ന് അടി കിട്ടും, പാരൻസിൻ്റെ നിന്ന് അടി കിട്ടും. സ്കൂളിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു എന്ന് കേട്ടിട്ട് സാറുമാരെ നിന്ന് അടി കിട്ടിയെന്ന് കേട്ടാൽ വീട്ടിൽ വന്നാൽ 2 അടി ഫ്രീ ബോണസാണ്. ഇന്ന് കുട്ടികളെ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറയാം, അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി, കുട്ടികളിങ്ങനെ വളരെ ഈ ഇമോഷണലി അവർ വളരെ ഫ്രജൈലായി. അതുകൊണ്ടല്ലേ ഈവൻ 12 വയസ്സിലൊക്കെ സൂയിസൈഡ് വരെ നടക്കുന്നിട്ടുള്ള കേസുകൾ. എനിവേ, അപ്പോൾ ഞാൻ പറയും എൻ്റെ ക്യാരക്ടർ മോൾഡിങ്ങിൽ ആ നാട്ടിൽ നിന്നുള്ള ഒരു ലൈഫ് സ്കിൽസ് ലേണിംഗ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ബോൾഡ് ആവാനായിട്ട് പറ്റും. പിന്നെ പ്യുവർ മലയാളം മീഡിയം, അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേക്ക് വരുന്നു. അതെല്ലാം ചലഞ്ചസ് ആയിരുന്നു. ഏത് കോളേജിലാണ് സാർ പഠിച്ചത്? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. പിന്നെ ഡിഗ്രി ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് സെയിൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ. അപ്പോൾ പാരൻസിനൊക്കെ അന്നത്തെ ഒരാഗ്രഹം ഇവൻ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, ഇവനൊരു കോളേജ് ലെക്ചറായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഓഫീസറായാൽ മതിയായിരുന്നു. അതിൽ കൂടുതലൊന്നും അവർക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. അത് അപ്പോൾ നാട്ടിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് എംപ്ലോയിഡ് ആവാമല്ലോ. പക്ഷെ എൻ്റെ ആഗ്രഹം വേണം ഒരു സയൻറ്റിസ്റ്റ് ആവാനായിരുന്നു. കാരണം എനിക്ക് അതിനകത്തൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള അപേക്ഷകളൊക്കെ അയച്ചിരുന്നു. അതൊന്നും കിട്ടിയില്ല. അപേക്ഷകളുടെ പേരൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് അല്ല, ISRO ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവരുടെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, കിട്ടിയില്ല. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു 3 വർഷം ജോലി ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കമ്പനിയിൽ. അപ്പോൾ ആ 3 വർഷം ജോലി ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സ്കിൽസ് അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് തുടങ്ങുന്നത്. സോ 27-ാമത്തെ വയസ്സിൽ 1 ലക്ഷം രൂപ ലോണുമായി തുടങ്ങിയ ഒരു സംരംഭം. അന്ന് കേരളത്തിലൊരു ഓൺട്രപ്രണർഷിപ്പ് അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇറ്റ് വാസ് നോട്ട് എ വെരി കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഫോർ ദാറ്റ്. How was that? What was the challenges what were the challenges that you faced? എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള വാക്ക് തന്നെ ഞാനൊന്ന് കേട്ടിട്ടില്ല. എനിവേ അതത്ര പോപ്പുലർ ആയിരുന്നില്ല. കച്ചവടം തുടങ്ങാനെന്നായിരിക്കും പറയാം. കറക്റ്റ്. കാരണം ഇത്രയും പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അപ്പോൾ
അങ്ങനെ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഈ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ്. അവർക്ക് വെൽ എംപ്ലോയിഡ് ആയിരിക്കണം എന്നാണ് ഒരു നാട്ടിലെ ഒരു ധാരണ. അന്ന് കാലത്ത് എനിക്ക് തോന്നുന്നില്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ അധികം പേരും ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും, ഇറങ്ങാറില്ല. പലപ്പോഴും ഡ്രോപ്പ് ഔട്ട്സാണ് ബിസിനസ്സിൽ എക്സൽ ചെയ്തിട്ടുണ്ടാവുക. എനിവേ, അപ്പോൾ ഞാനിതുപോലെ ബിസിനസ് തുടങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു സങ്കടമായിരുന്നു. കാരണം ഇവനെന്ത് ഒട്ടാണ് ഈ പറയുന്നത്, അതായത് ഇതൊക്കെ ശരിയാവുമോ അവർക്കറിയില്ല, അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അറിയില്ല. പക്ഷേ സംഭവം ഐ വാസ് ഏബിൾ ടു കൺവിൻസ് മൈ ഫാദർ. അപ്പോൾ ആളുടെ കയ്യിൽ നിന്നൊരു 2 ഘട്ടമായിട്ടാണ് 1 lakh റുപ്പി ഞാൻ വാങ്ങിച്ചെടുത്തത്. വലിയ എമൗണ്ട് ആണത്. വലിയ എമൗണ്ട് എന്ന് പറയാം, കാരണം അന്ന് ഒരു പവൻ സ്വർണത്തിന് 450 രൂപ വിലയുള്ളൂ, 450 റുപ്പീസ്. അങ്ങനെ വരുമ്പോൾ വലിയ എമൗണ്ടാണ്. അതായിരുന്നു ഇതിൻ്റെ ഒരു ടോട്ടൽ ക്യാപിറ്റൽ. സർ, നമ്മളിപ്പം ആ ഒരു കാലഘട്ടത്തെ വ്യത്യാസത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാ ലൈക്ക് നമ്മളിപ്പോൾ കാണുന്ന എല്ലാം എക്സ്പോർട്ടിംഗ് ആണല്ലേ, കേരളത്തിൽ നിന്ന് എല്ലാം എക്സ്പോർട്ടിംഗ് ആണ്, ഇൻക്ലൂഡിങ് മാൻ പവർ, ഇൻ്റലിജൻസ്, എവറിത്തിങ്. അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ അത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുക? കാരണം there's so much talent here and then we don't get to see any of it here. നമ്മുടെ കുട്ടികൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വിദേശത്ത് പോകുന്നതിൽ വിരോധമില്ല എന്നുള്ള അഭിപ്രായം ഞാൻ. കാരണം അവർ പോട്ടെ, അവർ സാധിക്കുമെങ്കിൽ പോട്ടെ. കാരണം നമുക്ക്, ഞാൻ പറയും, കേരളം കുറച്ച് ഓവർ പോപ്പുലേറ്റഡ് ആണ്. ഈ ചെറിയൊരു സ്ഥലത്ത്, അതായത് കുറേ ലാൻഡ് ഫോറസ്റ്റ് ലാൻഡാണ്, കുറേ ലാൻഡ് മറ്റേ വെറ്റ് ലാൻഡാണ്, കുറച്ച് സ്ട്രിപ്പിലാണ് നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അവരാണെങ്കിൽ തിക്കലി പോപ്പുലേറ്റഡ് ആണ്. അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോഴാണല്ലോ ഇവിടുന്ന് ആളുകൾ പോകുന്നത്. നാച്ചുറലി നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ആൾസോ ഈസ് ഗെറ്റിംഗ് എക്സ്പോർട്ടഡ്. പക്ഷേ വേറൊരു വ്യത്യാസം ഇപ്പോൾ കാണുന്നത്, ഒരു 5-10 കൊല്ലമൊക്കെ മറ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് പലരും തിരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ. അതൊരു ഗുഡ് സൈനാണ്. എന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പലതും ഇവിടെ തുടങ്ങുന്നുണ്ട്. നല്ല കാര്യം. കുറേ പേര് ഗൾഫിലേക്ക് പോകുന്നു, അവരവിടെ ചിലർ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് വലിയ നിലയിലെത്തുന്നു. ആദ്യം ജോലിക്ക് ചെന്നവരായിരിക്കാം, പിന്നീട് ബിസിനസ്സാവുന്നു, അവർ വലിയ നിലയിലെത്തുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടല്ലേ കേരളം ഇപ്പോഴും മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കുറേയും കൂടി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ബെറ്റർ അല്ലേ, ഇൻ ഓൾ റെസ്പെക്ട്സ്. നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സർ, 1970s ആണ് സാർ തുടങ്ങുന്നത്. ഇപ്പം 2025, ഇറ്റ്സ് എ വെരി ഡിജിറ്റൽ ഫസ്റ്റ് മാർക്കറ്റ് പ്ലേസ്. ഇപ്പം സാറിനൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇപ്പം സാറിനൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തായിരിക്കും സാറിൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളത്? ഇനി മനസ്സിലൊന്നും തോന്നല്ലേ എന്നാണ് ആഗ്രഹം. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ പണ്ടൊക്കെ അഹങ്കരിച്ചിരുന്നത്, അതായത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, തന്നെയല്ല എനിക്ക് ടെക്നോളജി എനിക്ക് വളരെ വളരെ ഈസിയാണ്. പക്ഷേ ഇന്നെല്ലാം അതൊക്കെ ഔട്ട്ഡേറ്റഡായി. അന്നത്തെ ടെക്നോളജി അല്ല ഇന്നത്തെ ടെക്നോളജി. തന്നെയല്ല, ഞാൻ ബിസിനസ്സുമായിട്ട് അതിൻ്റെ പുറകെ നടന്നപ്പോൾ ടെക്നോളജി അപ്ഗ്രഡേഷൻ എൻ്റെ കാര്യത്തിൽ പിന്നീട് കുറവായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറേ നാളുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് ആവാന്ന് പറയില്ലേ, ആ സമയത്ത് ടെക്നോളജി മാറി നിൽക്കും. കാരണം നമുക്കത് അതിന് പറ്റിയ ആളുകളെ ഹയർ ചെയ്താൽ മതിയല്ലോ. എനിവേ, അപ്പോൾ ഞാൻ പറയും, ഇന്നത്തെ കുട്ടികൾക്ക്, ഇപ്പോൾ ചോദിച്ചു വരുന്നത് ഇന്നത്തെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസാണ്. അതായത് ഇപ്പോൾ എത്രയോ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രോഡക്ട്സ് വരുന്നു. ഒരിക്കലും നമ്മുടെ ചെറിയ ഭാവനയിൽ പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ വിജയിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഞാൻ പറയും, പണ്ട് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ബിസിനസ് തുടങ്ങുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറവായിരുന്നു. എല്ലാവർക്കും ഒരു ഉദ്യോഗസ്ഥനാവാനായിരുന്നു തീർച്ചയായിട്ടും. വീട്ടുകാരുടെ താല്പര്യവും ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത്
ബിസിനസ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ പ്രൊഫഷൻ ആണെങ്കിലും ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഇത്രയും സംരംഭങ്ങൾ, അതിൽ വാട്ട് ഈസ് യുവർ പെറ്റ് പ്രോജക്റ്റ്? അങ്ങനെ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ നമുക്ക് 4 കുട്ടികളുണ്ടെങ്കിൽ എനിക്കറിയായിരുന്നു സാർ ഇത് എന്നെ മറുപടി പറയുന്നത്. ഏത് കൊച്ചിനോടാണ് കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചാൽ അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ലല്ലോ. എന്നാലും ഇല്ല, അത് പറയില്ല. തന്നെയല്ല, അല്ല, ഓരോന്നിനും ഓരോ ചലഞ്ചസ് ആയിരുന്നു. അതായത് V-Guard ഒരു ഇലക്ട്രോണിക്സ്, ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ, അപ്പോൾ അതിൻ്റെ ചലഞ്ചസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് വണ്ടർല, അത് ഒരു സർവീസ് ഇൻഡസ്ട്രി, അത് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്നു. അപ്പോൾ അതിനകത്ത് സേഫ്റ്റി അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ക്ലീൻലിനെസ്, പിന്നെ ഹൈജീൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൺ അതിൻ്റെ ഒരു ആംബിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സമയം ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ പോളിഷ് ചെയ്ത് തേച്ച് മിനുക്കി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് ഷോപ്പിൽ എത്തിച്ചാൽ മതി. ഇതങ്ങനെയല്ല. ഇത് ഒരു എക്സ്പീരിയൻസ് ഇവിടെ അനുഭവിക്കുകയാണ്. ഇവിടുത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ കറക്റ്റ് അല്ലെങ്കിൽ വേഗം ആളുകൾ നോട്ടീസ് ചെയ്യും. മറ്റേത് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് പോളിഷ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ കടകളിൽ എത്തിക്കാം. അങ്ങനെ പലതിനും പല ചലഞ്ചസാണ്, ഓരോന്നും ഡിഫറെൻ്റാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പയ്യെ അത് പഠിച്ചെടുക്കുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ആർക്കും ഒരു ഫുൾ എക്സ്പീരിയൻസ് കൊണ്ടാരും തുടങ്ങുന്നില്ലല്ലോ. സാറിൻ്റെ വൈഫും ഒരു സംരംഭകയാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ പറയും വി സ്റ്റാർ ക്രിയേഷൻസ്, അത് ഷീലയുടെ ഒരു ഐഡിയ ആയിരുന്നു. ഷീല തുടങ്ങിയതാണ്. അതിൻ്റെ കാരണം കുട്ടികളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് 12th കഴിഞ്ഞ് കോളേജിലായി. രണ്ടുപേരും ആദ്യം ബാംഗ്ലൂരാണ് പഠിച്ചിരുന്നത്, പിന്നെ അബ്രോഡായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ ഷീലയ്ക്ക് ഒരുപാട് സ്പെയർ ടൈം ഉണ്ടായി. ഷീല അതർവൈസ് ഡ്രസ് ഡിസൈനിങ്ങിലൊക്കെ താല്പര്യമുണ്ട്. ആൾ എന്നെക്കാളൊക്കെ നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്. അതെ. അപ്പോൾ ആ ഒരു ബേസിലാണ് അത് തുടങ്ങാൻ തന്നെ കാരണം. അതിന് എൻ്റെ കോൺട്രിബ്യൂഷൻ 0 ആണ്, എക്സെപ്റ്റ് ഷെയറിങ് സം ക്യാപിറ്റൽ. അതൊഴിച്ച് എൻ്റെ കോൺട്രിബ്യൂഷൻ, എനിക്ക് ആ സബ്ജക്റ്റേ അറിയില്ല, ഞാനതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുമില്ല. രണ്ട് ഓൺട്രപ്രണേഴ്സ്, അതും രണ്ടുപേരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഹൗ ഇസ് യുവർ ഇക്വേഷൻ അറ്റ് ഹോം? അല്ല, അത് ഞാൻ പറയും, എൻ്റെ കാര്യങ്ങളിൽ ഷീല ഇടപെടാറില്ല, ഷീലയുടെ കാര്യങ്ങളിൽ ആരും ഇടപെടാറില്ല. അതുകൊണ്ട് ദാറ്റ് മേക്സ് ഹാർമണി. സോ ഷീല മാം ഇത് തുടങ്ങുന്നത് സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ, സാറിനെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണോ? അല്ല, എന്നെ മാത്രമല്ല, ആക്ച്വലി ഷീലയുടെ ഫാമിലി ആക്ച്വലി അവർ ബിസിനസ്സുകാരായിരുന്നു, അതർ അൺലൈക്ക് മൈ ഫാമിലി. അപ്പോൾ അത് പോസിബിളാണെന്ന് ഷീലയ്ക്ക് തോന്നിയിട്ടുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടല്ല ഷീല തുടങ്ങിയത്. സാറിൻ്റെ 3 മെയിൻ ബിസിനസ്, V-Guard, വണ്ടർല, വീഗൽ ആൻഡ് ഹോംസ്, ഇതിനെ 3നെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു DNA അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്, സാറിൻ്റെ ഒരു ഫിലോസഫി ടു റൺ ഓൾ ദീസ് 3 കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആക്ച്വലി, ബട്ട് ദെൻ റൺ ഇറ്റ് വെരി ഹാർമോണിയസ്ലി. അല്ല, അതിൽ നല്ല ചോദ്യമാണത്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അതായത് എല്ലായിടത്തും കസ്റ്റമേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമേഴ്സാണ് നമുക്ക് ബിസിനസ് ഉണ്ടാക്കി തരുന്നത്. ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് ഞാൻ പറയും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു ബിസിനസ്സും വളരില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പലപ്പോഴും പല ടോക്കിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ പറയാറുള്ളത്, നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാത്തിടത്തോളം കാലം നമ്മുടെ ബിസിനസ് വളരില്ല. ആൻഡ് ഇഫ് യു ക്രിയേറ്റ് മോർ നമ്പർ ഓഫ് ഹാപ്പി കസ്റ്റമേഴ്സ്, ഡെഫിനറ്റ്ലി ദർ ഇസ് എ വെരി ചാൻസ് ടു ഗ്രോ യുവർ ബിസിനസ്. അതേസമയം നമ്മൾ കുറേ അൺഹാപ്പി കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പൊളിയാനും അല്ലെങ്കിൽ അവസാനിക്കാനും അത് തന്നെ ധാരാളം മതി. കാരണം അവർ പറഞ്ഞു നടക്കില്ലേ, കാരണം എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ എനിക്ക്
പറ്റിപ്പോയി, ഞാൻ അവിടെ ആ സാധനം വാങ്ങിച്ചു, എനിക്ക് അതിന് ഗ്യാരണ്ടി കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ വണ്ടർലേ പോയി എനിക്ക് മോശം അനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു അതിനകത്ത് പല പ്രശ്നങ്ങളും. നാച്ചുറലി അത് ഇത്തരത്തിലുള്ള നെഗറ്റീവ്സ് വിൽ സ്പ്രെഡ് ഈസിലി വെൻ കമ്പയർഡ് ടു പോസിറ്റീവ് സൈഡ്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പിന്നെ ക്വാളിറ്റി കോൺഷ്യസ്നെസ്, ദെൻ നിങ്ങളുടെ ടീം, ഇതൊക്കെ നമ്മുടെ ഒരു ഓഫീസാണെങ്കിലും അവിടെ ഒരു ടീമായിരിക്കും മുന്നോട്ട് പോകുന്നത്, അല്ലാതെ എൻ്റെ മിടുക്കല്ല. അതായത് ഞാൻ പറയും, ഇനീഷ്യലി തുടക്കത്തിൽ നമ്മളായിരിക്കാം മേ ബി വൺ മാൻ ഷോ, പക്ഷെ പോകെ പോകെ നിങ്ങൾക്ക് ഒരു ലാർജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലാർജ് സ്കെയിലിലേക്ക് അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ യു നീഡ് പീപ്പിൾ, യു നീഡ് ട്രസ്റ്റ് വർത്തി പീപ്പിൾ, യു നീഡ് കമ്മിറ്റഡ് പീപ്പിൾ, യു നീഡ് ഹാർഡ് വർക്കിംഗ്, അതായത് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ ഉണ്ടാവണം. അത് പറഞ്ഞപ്പോൾ ആ പല്ല് കടിക്കുന്നത് ഞാൻ കണ്ടു. ആണോ? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു ഡൈലൂഷനും ഇല്ല. കാരണം യു ക്രിയേറ്റ് മോർ നമ്പർ ഓഫ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ മാതിരി യു ക്രിയേറ്റ് മോർ നമ്പർ ഓഫ് സിൻസിയർ മാനേജേഴ്സ് വിത്ത് യു. അപ്പോൾ നമുക്ക് അവരെ ഒത്തിരി കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലാതൊരു സ്ഥാപനം വളരും. ഇപ്പോൾ നിങ്ങൾ പറയാണ് എല്ലാം എൻ്റെ കഴിവാണെന്ന് പറഞ്ഞാൽ നോ, ഒരുപാട് പേരുണ്ട്, കുറേ അൺസങ് ഹീറോസ് ഇതിൻ്റെ അകത്തുണ്ട്. See, if I say that the goodwill of V-Guard is what spill over to Wonderla and then from that to Vegaland, would you say that's true? I think that is a culture. അതായത് അതൊരു കൾച്ചറാണ്. അതായത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ ഹൂ സ്റ്റാർട്ടഡ് ഇറ്റ്. ഏത് സ്ഥാപനത്തിലും ഒരു കൾച്ചർ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറയും ടാറ്റ ഗ്രൂപ്പ്, ഗോദ്രേജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഗെയിൻ അംബാനി ഗ്രൂപ്പ്, അങ്ങനെ. അതേസമയം പല സ്ഥാപനങ്ങളിലും പല കൾച്ചറായിരിക്കും. പക്ഷെ എല്ലാവരും വിജയിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. സർ, ഫൈനൽ ഒരു ചോദ്യം, എനി ഫ്യൂച്ചർ പ്രോജക്ട്സ് ഫോർ യു? ഇല്ല, അത് ഞാൻ പറയാറുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഫ്യൂച്ചർ പ്രോജക്ട്സ് നമ്മൾ വളരെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നതല്ല, പയ്യെ ഇവോൾവ് ചെയ്യുന്നതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഈ ആക്ച്വലി ഈ ചെറ്റലപ്പള്ളി സ്ക്വയർ തന്നെ ഇങ്ങനൊരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങളൊരു 10 കൊല്ലം മുമ്പ് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അതൊരു ഐഡിയ തോന്നി, ദെൻ ഐ കാൺട്ട് വി എന്നുള്ളൊരു തോന്നലുണ്ടായി, അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇനി അങ്ങനത്തെ ഒന്നും തോന്നല്ലേ എന്ന് തന്നെയാണ്. തോന്നാതിരിക്കട്ടെ. ബട്ട് ഐ ഹോപ്പ് അങ്ങനെ തോന്നട്ടെ, ഒത്തിരി ആളുകൾക്ക് പുതിയ ഇൻഡസ്ട്രീസ് കാണാൻ പറ്റട്ടെ, ജോലികൾ ഉണ്ടാവട്ടെ, ആൻഡ് മേ ദ ലെഗസി ബി ടേക്കൺ ഫോർവേഡ് മച്ച് ബിഗർ ദാൻ ദിസ്. അത് വേറെ ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്യട്ടെ. Thank you, sir. Thank you so much for spending so much time with me. Thank you so much. Thank you.